നമസ്കാരം, എൻ്റെ പേര് ക്ലിൻജി. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സ്വദേശം തൃശ്ശൂരാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്നും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പറ്റിയുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ സെർച്ച് ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ടും ശ്രമിക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു അനുഭവം, 2 ദിവസം മുമ്പ് ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്തിട്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. വേറെ ഒന്നുമല്ല, ഇതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒരു കസ്റ്റമർ വിളിച്ച് ചോദിച്ചൊരു കാര്യമാണ്, സാർ എനിക്ക് ഇൻഷുറൻസ് എടുക്കണം, ഞാനൊരു 6 മാസത്തോളം ആ ഇൻഷുറൻസ് പറ്റി പഠിക്കുന്നു, ഇതുവരെ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. മുന്നെടുക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് ഈ പറഞ്ഞ പോലെ എടുക്കാനായിട്ട് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റീസൺ പറഞ്ഞിരുന്നു. അങ്ങനെ എനിക്ക് എന്തായാലും ഇന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തേ മതിയാവും എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ ഇന്ന് കുറേ കൊട്ടേഷൻസ് ഒക്കെ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ അവസാനം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, 2 ദിവസം മുമ്പ് അമ്മയ്ക്ക് ചെറിയൊരു ECGയിൽ വേരിയേഷൻ കാണിച്ചിരുന്നു, അപ്പോൾ ഈ പോളിസി എടുത്തിട്ട് വേണം എനിക്ക് നാളെ പോയിട്ട് ഡോക്ടറെ കാണിക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പോളിസി എടുത്തു കഴിഞ്ഞിട്ട് പോയി കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, സാർ ഇപ്പോൾ എന്തായാലും ഇൻഷുറൻസ് എടുക്കേണ്ട, ഇപ്പോൾ ടെസ്റ്റൊക്കെ വന്നതിന് ശേഷം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഒരു ഇൻഷുറൻസ് എടുത്താൽ മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ സജസ്റ്റ് ചെയ്തത്. വേറെ ഒന്നുകൊണ്ടോ അല്ലെങ്കിൽ നാളെ ഇദ്ദേഹം ഡോക്ടറെ കാണാനായിട്ട് വേണ്ടി പോകുമ്പോൾ ECGയിൽ വേരിയേഷൻ വന്ന ഈ റിപ്പോർട്ടും കൊണ്ടായിരിക്കും പോവുക. എന്തായാലും ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ എന്തായാലും മെൻഷൻ ചെയ്യും, ഇങ്ങനെ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്നതൊരു ദിവസം ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും ഡോക്ടർ എന്തായാലും റിപ്പോർട്ട് എഴുതുക. അപ്പോൾ ഈ റിപ്പോർട്ടായിരിക്കും ഇൻഷുറൻസ് കമ്പനിക്ക് പോവുക. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി പോകുമ്പോൾ ഫസ്റ്റ് കൺസൾട്ടേഷൻ പേപ്പറൊക്കെ ചോദിക്കും, നമ്മുടെ ക്ലെയിം കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനിതിവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഒത്തിരി പേര് ഇതുപോലെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും, അസുഖം വന്നിട്ട് പോളിസി എടുത്താൽ മതിയില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവാം. തീർച്ചയായിട്ടും നമുക്ക് പോളിസി എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമിതമായിട്ട് കമ്പാരിസൺ ചെയ്തതിനേക്കാൾ ഉപരി ഒരു പോളിസി അങ്ങോട്ട് എടുത്തു വയ്ക്കുക എത്രയും പെട്ടെന്ന്, എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു കമ്പാരിസൺ ചെയ്യാനായിട്ട് മുതിരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാം, പാരൻസ് പോളിസി എടുക്കുമ്പോൾ വളരെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് EMI ആയിട്ട് എടുക്കാൻ പറ്റും, ലോൺ പോലും എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെറിയ അടവിൽ അടച്ചടച്ച് പോകാവുന്ന രീതിയിലും ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇൻഷുറൻസ് നമ്മളിപ്പോൾ അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്തു വെച്ചു, നമുക്ക് അവരുടെ സർവീസൊന്നും ഇഷ്ടപ്പെട്ടില്ല, കമ്പനിയുടെ സർവീസൊന്നും ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് റിന്യൂവൽ ടൈം വരുമ്പോൾ വേണമെങ്കിൽ ആ കമ്പനിയിലേക്ക് പോർട്ട് ചെയ്ത് വേറെ കമ്പനിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോർട്ട് ചെയ്ത് പോവാം, നമ്മുടെ സീനിയോറിറ്റി വെച്ചുകൊണ്ട് തന്നെ. പക്ഷെ ഒരു അസുഖം വന്നിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെ എന്താ പറയുക, ഒരു ഫ്ലെക്സിബിൾ ആണ് ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയില്ല നമുക്കൊക്കെ എപ്പോഴാണ് എന്ത് തരത്തിലുള്ള അസുഖങ്ങൾ വരാൻ നമുക്കൊരാൾക്കും ഒരു പിടുത്തവുമില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധയ്ക്ക് എടുത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇൻഷുറൻസിൽ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ, പ്രത്യേകിച്ചും സീനിയർ സിറ്റിസൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ നമുക്കറിയാം സീനിയർ സിറ്റിസൻ്റെ പ്രീമിയം റിന്യൂവൽ ടൈമിലൊക്കെ ഭയങ്കര അധികം തോന്നിയ പോലെയൊക്കെ ഇൻഷുറൻസ് കമ്പനികൾ പലയിടത്തും കൂട്ടിയിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു തടയിട്ടുകൊണ്ട് 10% മേലെ ഇയർലി പ്രീമിയം ഇൻക്രീസ് ചെയ്യാൻ പാടില്ല എന്നുണ്ട് സീനിയർ സിറ്റിസൻ്റെ പ്രീമിയത്തിൽ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങളുടെയൊക്കെ ഇൻഷുറൻസ് ഏജൻസിൻ്റെ ഒക്കെ ഒരു കമ്മീഷൻ വെട്ടിച്ചുരുക്കിയായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇറങ്ങുന്ന പോളിസികളൊക്കെ നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കമ്പാരിസൺ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും നമുക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ ഇയർലി പ്രീമിയം ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതായത് മുന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഒരു സ്ലാബ് സിസ്റ്റം ഉണ്ട്, ഒരു 5 വർഷം കഴിയുമ്പോഴാണ് പ്രീമിയം ചേഞ്ച് ആവുള്ളൂ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഇയർലി പ്രീമിയം ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് ഇൻഷുറൻസ് കമ്പനികളൊക്കെ പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, ഞാനവിടെ ഈ അടുത്ത് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്, ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോഴേക്കും ഇപ്പോൾ പല പോളിസികൾ നമുക്ക് കാണാനായിട്ട് പറ്റും 5x 10x, അതായത് 5 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് 50 ലക്ഷത്തിൻ്റെ 10 ലക്ഷം എടുത്ത വ്യക്തിക്ക് 50 ലക്ഷത്തിൻ്റെ കവറേജ്, അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ 1 കോടിയായിട്ട് മാറുന്നു. അപ്പോൾ കമ്പനിയുടെ ബേസ് പോളിസി അപ്പോഴും 10 ലക്ഷം ഉള്ളൂ, പക്ഷേ ഈ ബോണസായിട്ടാണ് ഈ എമൗണ്ട് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഉണ്ടാവുന്ന എന്താ പറയുക, റിസ്ക് എന്ന് പറയുന്നത് വലിയൊരു റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പ്രീമിയം ഇയർലി ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ കാരണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാൻ നമുക്ക് ഇന്ന് നമ്മൾ കമ്പാരിസന് വേണ്ടി എടുത്തേക്കുന്ന 3 കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ്. ഒന്ന് ടാറ്റേജിയുടെ മെഡിക്കെയർ സെലക്ട് എന്ന് പറയുന്ന പ്ലാൻ, ഇത് ഇറങ്ങിയിട്ട് ഇപ്പോൾ എനിക്കൊന്ന് 2-3 ദിവസമായിട്ടുള്ള ഇറങ്ങിയിട്ട്. അതുപോലെ HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂർ എന്ന് പറയുന്നൊരു പ്ലാൻ. NRIസിനൊക്കെ ഒരു ബെസ്റ്റ് പ്ലാനാണ്, കാരണം ഒരു 40% ഒക്കെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂറിൽ. പിന്നെ മണിപ്പാൽ സെഗ്നയുടെ സർവ ഉത്തം എന്ന് പറയുന്ന സീരീസ്. വളരെ 2 കാര്യങ്ങളാണ്, ഒന്ന് വളരെ റേറ്റ് വളരെ കുറവാണ്. പിന്നെ മണിപ്പാലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ LIC ഒരു 49% ഓഹരികൾ മണിപ്പാൽ സെഗ്നയുടെ ഏറ്റെടുക്കാനായിട്ട് പ്ലാൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു LIC ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് ചിലപ്പോൾ എൻ്റർ ചെയ്യുന്നത് മണിപ്പാൽ സെഗ്ന ത്രൂ ആയിരിക്കാം. അങ്ങനെ 3 കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ് നമ്മളിന്ന് കമ്പാരിസന് വേണ്ടി എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് എടുത്തേക്കുന്ന ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് റൂം റെൻറ്റിന് പറ്റിയിട്ടാണ്. ഇതിൽ നമുക്ക് ഇപ്പോൾ ടാറ്റയുടെ പോളിസി നോക്കുകയാണെങ്കിൽ മെഡിക്കെയർ സെലക്റ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സിംഗിൾ പ്രൈവറ്റ് റൂമാണ് ഓഫർ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു ഓപ്ഷണലായിട്ട് റൈഡർ കൊണ്ടുവന്നിട്ടുണ്ട് എനി റൂം ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എനി റൂം ചൂസ് ചെയ്യാം. HDFC ഒപ്റ്റിമയിലേക്ക് വരികയാണെങ്കിൽ, ഒപ്റ്റിമ സെക്യൂറിലേക്ക് ആണെങ്കിൽ എനി റൂമാണ്, ഇൻബിൽറ്റ് ഓപ്ഷനാണ്.
പിന്നെ അതുപോലെ തന്നെ മണിപ്പാൽ സിഗ്നയ്ക്ക് വരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ പ്രൈവറ്റ് റൂമാണ് ഓഫർ ചെയ്യുന്നത്. പക്ഷെ നമുക്കിതിൽ റൈഡർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ റൈഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എനി റൂം ചൂസ് ചെയ്യാം. എപ്പോഴും നല്ലത് എനി റൂം ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിൽ പറഞ്ഞ പോലെ റൂംസ് ഒന്നും അവൈലബിൾ അല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അവർ പറയുന്ന റൂം ചിലപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എനി റൂം ചൂസ് ചെയ്യുന്ന പോളിസികൾ ചൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ICU, ഡേ കെയർ, ഓർഗൻ ഡോണർ എക്സ്പെൻസ്, ആയുഷ് ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ എല്ലാ ഇൻഷുറൻസിലും അപ് ടു സം ഇൻഷുർഡ്, സബ് ലിമിറ്റ് ഒന്നും പറയുന്നില്ല, ഫുൾ എക്സ്പെൻസും കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അത് എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള എക്സ്പെൻസ്, ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമുള്ള എക്സ്പെൻസുകളൊക്കെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇൻഷുറൻസിൽ. അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ടാറ്റയുടെ പോളിസി നോക്കുകയാണെങ്കിൽ 90 ദിവസത്തിന് മുമ്പുള്ള എക്സ്പെൻസും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 90 ദിവസത്തെ ബില്ലുകൾ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും. HDS റെഗുലേക്ക് വരികയാണെങ്കിൽ ഒപ്റ്റിമസ് സെക്യൂറിൽ 60 ദിവസത്തുള്ള ബില്ലുകളും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 180 ദിവസത്തെ ബില്ലുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. മണിപ്പാൽ സിഗ്നയിൽ വരികയാണെങ്കിൽ 90 ദിവസത്തെ ബില്ലുകളും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 180 ദിവസത്തെ ബില്ലുകളും നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ റീസ്റ്റോറേഷൻ ഫീച്ചർ. റീസ്റ്റോറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ബേസിക്കായിട്ട് വരുന്ന ഫീച്ചേഴ്സാണ്, എല്ലാ ഇൻഷുറൻസിലുള്ളൊരു ഫീച്ചേഴ്സാണ്. റീസ്റ്റോറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 10 ലക്ഷത്തിൻ്റെ പോളിസിയാണ്. ഈ 10 ലക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും വീണ്ടും നമുക്കൊരു 10 ലക്ഷം രൂപ അൺലിമിറ്റഡ് ആയിട്ട് റീസ്റ്റോർ ആകുന്നൊരു ഫീച്ചറാണ് ഈ റീസ്റ്റോറേഷൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത് ടാറ്റയിലെ ട്രെയിനർ പറഞ്ഞൊരു എക്സാമ്പിളായിരുന്നു. നമ്മൾ നല്ലൊരു വലിയൊരു ഹോട്ടലിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും വെയിറ്റർ വന്ന് വീണ്ടും നിറച്ച് വരും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലെയിം ചെയ്ത് കഴിഞ്ഞു, വീണ്ടും ആ 10 ലക്ഷത്തിനാണെങ്കിൽ വീണ്ടും ആ 10 അവിടെ വന്ന് നിൽക്കുന്നു. അതങ്ങനെ കഴിയുന്നില്ല, അത് എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഈ റീസ്റ്റോറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 കമ്പനിയിലും നമുക്ക് റീസ്റ്റോറേഷൻ അവൈലബിൾ ആണ്. ഇതിൽ ടാറ്റയുടെ മെഡിക്കെയർ സെലക്ട് നോക്കുകയാണെങ്കിൽ ഒരു റൈഡറായിട്ട് കൊണ്ടുവന്നേക്കുന്നത് റീസ്റ്റോർ ഇൻഫിനിറ്റി പ്ലസ് എന്ന് പറയുന്ന ഒരു റൈഡറാണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് റീസ്റ്റോറേഷൻ ഉപയോഗിക്കാൻ പറ്റും. അതായത് 10 ലക്ഷം കഴിഞ്ഞാൽ വീണ്ടും വേറൊരു കുടുംബത്തിൽ വേറെ മെമ്പർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വീണ്ടും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒപ്റ്റിമസ് സെക്യൂറിലേക്ക് നോക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഇൻബിൽറ്റ് ഇതും റൈഡറായിട്ടാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. അതുപോലെ തന്നെ മണിപ്പാൽ സിഗ്നയിലും കൊണ്ടുവന്നിട്ടുണ്ട് റൈഡറായിട്ട്. അപ്പോൾ നമ്മൾ ഈ റൈഡർ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഓപ്ഷണൽ കവറാണ്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ അൺലിമിറ്റഡ് ആയിട്ട് റീസ്റ്റോറേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്പാണ്. ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു പ്രിവെൻറ്റ്, ഇതിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡോക്ടർ എഴുതി തരുന്ന ടെസ്റ്റ് പോയി ചെയ്യാനുള്ളതല്ല ഹെൽത്ത് ചെക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇൻഷുറൻസ് കമ്പനി ഇപ്പോൾ നമ്മുടെ ലാബുകളിലൊക്കെ നമുക്കൊരു പാക്കേജ് പോലെ കിട്ടും. ഇപ്പോൾ CBC പ്രൊഫൈൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു 2500 പാക്കേജ്, അങ്ങനെ പാക്കേജ് പോലുള്ള ടെസ്റ്റുകളാണ് ഇവിടെ ഹെൽത്ത് ചെക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ടാറ്റയിലേക്ക് നോക്കുകയാണെങ്കിൽ ക്യാഷ്ലെസ് ആയിട്ടാണ് അവർ ടയർ നെറ്റ്വർക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യാം, നെറ്റ്വർക്ക് ആയി വരുന്നുള്ളൂ. HDFCയിലാണെങ്കിൽ നമുക്ക് റീഎംബേഴ്സ്മെൻറ്റ് വഴി വാങ്ങി. ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ പോളിസിയൊക്കെ ഉള്ള ഒരാൾക്ക് 5000 വരെ നമുക്ക് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. റീഎംബേഴ്സ്മെൻറ്റ് വഴി ചെയ്തെടുക്കാം. നമ്മുടെ അടുത്തുള്ള ലാബിലൊക്കെ പോയിട്ട് വേണമെങ്കിൽ അതിൻ്റെ ബില്ല് സബ്മിറ്റ് ചെയ്താലും മതി. അതുപോലെ മണിപ്പാൽ സിഗ്നയ്ക്ക് വരാണെങ്കിൽ ഇതിലും ടയർ നെറ്റ്വർക്ക് പോയിട്ട് ചെയ്യണം. നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്തിട്ട് ബില്ല് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. പക്ഷെ അവർ പറയുന്ന നെറ്റ്വർക്കിൽ പോയാൽ മാത്രമാണ് നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഇതൊക്കെയാണ് ഇതൊക്കെ ഒരു ബേസിക് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ വിട്ടിട്ട് ഒത്തിരി യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ പോളിസിയിലൊക്കെ കാണാനായിട്ട് പറ്റും. നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ആ യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ഇതിൽ എനിക്ക് യൂണീക്കായിട്ട് തോന്നിയ കുറച്ച് ഫീച്ചേഴ്സാണ്. അതിൽ ഫസ്റ്റ് വരുന്ന ഒരു ഫീച്ചറാണ് ഇതിൻ്റെ കവറേജ്. ഇതിൽ ആദ്യമായിട്ട് ഈ കവറേജ് ഫീച്ചർ കൊണ്ടുവന്നത് ICC എലവേറ്റിലായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ഒരു പ്രാവശ്യം എത്ര എക്സ്പെൻസ് വന്നാലും ആ ഫസ്റ്റത്തെ ക്ലെയിമിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസിയാണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്കിപ്പോൾ ഒരു 50 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 1 കോടി രൂപയുടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് ആവശ്യമായിട്ട് വരാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഫസ്റ്റത്തെ ക്ലെയിമിൽ ഫുൾ എത്ര എക്സ്പെൻസ് വന്നോ ആ മൊത്തം നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു പ്രാവശ്യമാണ് പോളിസി ലൈഫ് ടൈമിൽ പറ്റുക. അപ്പോൾ ആ സെയിം ഫീച്ചർ അതിൽ ICC എലവേറ്റിൽ കൊണ്ടുവന്ന ആ സെയിം ഫീച്ചർ ടാറ്റയുടെ മെഡിക്കെയർ സെലക്റ്റിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഫിനിറ്റ് അഡ്വാൻറ്റേജ് എന്നാണ് ആ ഒരു ഫീച്ചറിൻ്റെ പേര്. അതായത് ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസിയാണ്, എനിക്ക് നാളെ ഒരു 50 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 1 കോടി രൂപയുടെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് ആവശ്യമായിട്ട് വരാണ്. അപ്പോൾ ആ ഫസ്റ്റത്തെ ക്ലെയിമിൽ തന്നെ നമുക്കിത് ലൈഫ് ടൈം ഒരു പ്രാവശ്യമാണ് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുക ഈ ഒരു ഫീച്ചർ നമ്മൾ റൈഡർ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ ഒരു എയർലെസസ് എന്ന് പറഞ്ഞിട്ടൊരു റൈഡർ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു കവറേജിൽ. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ പ്രീമിയം നമ്മൾ ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ പോളിസി നമ്മൾ 2 വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് 20 ലക്ഷം രൂപ ഫസ്റ്റത്തെ ക്ലെയിമിൽ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ 3 വർഷത്തെ പ്രീമിയത്തിൻ്റെ തുക ആദ്യമേ തന്നെ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് 10 ലക്ഷത്തിൻ്റെ പോളിസി ആണെങ്കിൽ 30 ലക്ഷം രൂപ ഫസ്റ്റത്തെ ക്ലെയിമിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ കവറേജിൽ വരുന്ന ഒരു ഫീച്ചേഴ്സാണ് ടാറ്റയിൽ. പിന്നെ അതുപോലെ തന്നെ HDFC ഇറഗോയിലും ഇതുപോലെ തന്നെ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്, ലിമിറ്റ്ലെസ് എന്ന് പറയുന്നത്.
പറയുന്നൊരു ഫീച്ചർ. അതായത് നമുക്ക് ഇൻഫിനിറ്റി സം ഇൻഷുർഡ് ആണ്. എത്ര ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരു പ്രാവശ്യം ഈ പറഞ്ഞ പോലെ റൈഡർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിലും ഈ പറഞ്ഞ പോലെ 50 ലക്ഷം അല്ലെങ്കിൽ മുകളിലുള്ള പോളിസി എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫീച്ചർ നമുക്ക് 2 പ്രാവശ്യം ലൈഫ് ടൈമിൽ ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ സെക്യൂർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബെനിഫിറ്റ് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അതായത് 10 ലക്ഷത്തിൻ്റെ പോളിസിയാണ് എൻ്റെ കയ്യിൽ, പക്ഷേ എനിക്ക് തുടക്കത്തിൽ തന്നെ 20 ലക്ഷത്തിൻ്റെ കവറേജ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 50 ലക്ഷത്തിൻ്റെ പോളിസി ആണെങ്കിലും തുടക്കത്തിൽ തന്നെ നമുക്ക് 1 കോടി വരെ ഫസ്റ്റ് അത് ക്ലെയിമിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. സെക്യൂർ ബെനിഫിറ്റ് എന്നാണ് ഇതിൻ്റെ പേരും. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് മണിപ്പാൽ സിഗ്നൽ വർക്കൗട്ട് ചെയ്തേക്കുന്നവർ. അതായത് ഇതിലൊരു അനന്ത് എന്ന് പറഞ്ഞ റൈഡർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ അനന്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെടുത്ത് പറയുന്ന 4 അസുഖങ്ങൾ കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് ഹാർട്ട് സംബന്ധമായിട്ടുള്ള കണ്ടീഷൻസ്, ക്യാൻസർ, സ്ട്രോക്ക്, അതുപോലെ ഓർഗൺ അല്ലെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. ഇത് പറയുന്ന 4 അസുഖങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇയർലി 1 ടൈം നമുക്ക് എത്ര എക്സ്പെൻസ് വന്നാലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള 2 പോളിസി നമ്മൾ കണ്ടത് ലൈഫ് ടൈം ഒരു പ്രാവശ്യമാണെങ്കിൽ മണിപ്പാൽ സിഗ്നയിൽ അവർ പറയുന്നത് ഇയർലി 1 ടൈം ഈ 4 അസുഖങ്ങൾക്ക് ക്ലെയിം വന്നെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. മറ്റുള്ള പോളിസികളിൽ നമുക്ക് എനി ഇൽനെസ് ആയിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് എടുത്തു പറയുന്നുണ്ട് 4 അസുഖങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ HDFCയിൽ കണ്ട പോലെ തന്നെ 2x കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെയും സർപ്ലസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റൈഡർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 2x കവറേജ് ഡേ 1 മുതൽ 2x ഫസ്റ്റത്തെ ക്ലെയിമിൽ തന്നെ 10 ആണെങ്കിൽ 20 ലക്ഷത്തിൻ്റെ ക്ലെയിമും ഫസ്റ്റത്തെ ക്ലെയിമിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ റൈഡേഴ്സാണ്, നമ്മുടെ ആവശ്യാനുസരണം മാത്രം ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഫീച്ചറാണ് ബോണസിൻ്റെ കാര്യത്തിൽ. ബോണസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബോണസ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ 10 ലക്ഷത്തിൻ്റെ പോളിസി ആണെങ്കിൽ നമ്മൾ റിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ ഒരു എന്താ പറയുക എക്സ്ട്രാ ബെനിഫിറ്റ് എന്നോണം കൊടുക്കുന്ന ഒരു ഫീച്ചറാണ് ബോണസ്. നമ്മുടെ സംബന്ധിച്ചോട് കൂടി പോകും. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻബിൽട്ട് അവർ പറയുന്നത് 100%. നമ്മൾ റൈഡർ ഒന്ന് ആഡ് ചെയ്യാണ്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ പോളിസി ആണെങ്കിൽ അത് 20 ലക്ഷമായിട്ട് മാറും. നമ്മൾ റൈഡർ ഒന്ന് ഓപ്ഷണലായിട്ട് റൈഡർ ഒന്ന് ആഡ് ചെയ്തില്ലെങ്കിൽ അതിന് ഇൻബിൽട്ട് ആയിട്ടുള്ള ഫീച്ചറാണ് ടാറ്റയിൽ. 100% ആണ് കൂടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഓപ്ഷൻ കൂടി പറയുന്നുണ്ട്, ഒരു 1% ഡിസ്കൗണ്ട്. നമ്മൾ ആ ഒരു എന്താ പറയുക നമുക്ക് ആ ഒരു കുമുലേറ്റീവ് ബോണസ് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു 1% ഡിസ്കൗണ്ട് എടുക്കാം. അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു റൈഡർ സ്പെഷ്യൽ കൊണ്ടുവന്നിട്ടുണ്ട്, സൂപ്പർ ചാർജ് ബോണസ് എന്ന് പറഞ്ഞിട്ടൊരു റൈഡർ. അപ്പോൾ ഈ റൈഡർ എടുത്തു കഴിഞ്ഞാൽ മേലത്തെ പറയുന്ന ഫീച്ചേഴ്സ് കട്ടായി പോവും, ഡിസ്കൗണ്ട് നമുക്ക് കിട്ടില്ല. പക്ഷേ ഇതിനൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പർ ചാർജ് ബോണസ് ബെനിഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 10 ലക്ഷത്തിൻ്റെ പോളിസി നമുക്കൊരു 5x കവറേജ് ആയിട്ട് മാറും. 5 വർഷം കൊണ്ട് 5 ഇരട്ടിയായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ പല ഇൻഷുറൻസിലുള്ള ഒരു ഫീച്ചറാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലെയിം ആണ്. അതായത് ക്ലെയിം വന്നാലും വന്നില്ലെങ്കിലും നമ്മുടെ ഈ ഒരു കുമുലേറ്റീവ് ബോണസ് നമുക്ക് കിട്ടും. അതായത് 10 എന്നുള്ളത് 5 വർഷം കഴിയുമ്പോൾ ഒരു 50 ലക്ഷമായിട്ട് മാറും. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെ HDFCയിലേക്ക് നോക്കുകയാണെങ്കിൽ 100% ആണ് കുമുലേറ്റീവ് ബോണസ് ആയിട്ട് ഇൻബിൽട്ട് ആണ്. ഇയർലി 50% വെച്ചാണ് കൂടുന്നത്. പ്ലസ് ബെനിഫിറ്റ് എന്നാണ് HDFCയിൽ ഇതിന് പറയുന്ന പേര്. അതുപോലെ തന്നെ മണിപ്പാൽ സിഗ്നൽ നോക്കുകയാണെങ്കിലും 100% മാക്സിമം പറയുന്നത്. ഇയർലി 50% വെച്ച് കൂടുന്നു. പക്ഷേ ഇവിടെയും ഒരു റൈഡർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ഗുള്ളക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ബെനിഫിറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10x കവറേജ് ആണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 10 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ കവറേജ് 10 ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ടാവും. അതാണ് ഗുള്ളക്. അത് റൈഡറാണ്, ഓപ്ഷണലായിട്ട് വന്നിട്ടുള്ള റൈഡറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള പല കമ്പനിയിലും ഞാൻ കണ്ട കാര്യം, ഇപ്പോൾ കെയർ ഹെൽത്തിൻ്റെ അൾട്ടിമേറ്റ്, അതുപോലെ തന്നെ സ്റ്റാർ ഹെൽത്തിൻ്റെ സൂപ്പർ സ്റ്റാറിലൊക്കെ അവർ ഇൻഫിനിറ്റി കുമുലേറ്റീവ് ബോണസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ 10 ആണ് 20, 30, 40, 50 അങ്ങനെ ഓരോ വർഷം ഒരു 100% വെച്ച് കൂടി പോകുന്നുണ്ട്. അവിടെ ലിമിറ്റ് ഇല്ല. ഇവിടെ ലിമിറ്റ് പറയുന്നുണ്ട്, ഒരു സ്പെസിഫൈ ചെയ്തിട്ട് 10x അല്ലെങ്കിൽ 5x എന്നൊക്കെ ഒരു സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന കാര്യമാണ് ഈ നോൺ മെഡിക്കൽ ഐറ്റംസ് ഒക്കെ നമ്മുടെ ഇൻഷുറൻസിൽ കവർ ചെയ്ത് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നോൺ മെഡിക്കൽ ഐറ്റംസ് എന്ന് പറയുന്നത് ഈ പഞ്ഞി, സിറിഞ്ച് പോലെയുള്ള കുറച്ച് ലീസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിതിൽ ഇൻബിൽട്ട് അല്ല, നമ്മൾ റൈഡറായിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓപ്ഷണലായിട്ട് നമുക്ക് അതിൽ ഓപ്ഷണലായിട്ട് ഒരു ചോദിക്കുന്നുണ്ട് ആഡ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. ടാറ്റയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് NME എന്ന് പറഞ്ഞൊരു റൈഡർ ഉണ്ട്, നോൺ മെഡിക്കൽ എക്സ്പെൻസ് കവർ ചെയ്യുന്ന റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഈ ലിസ്റ്റിൽ വരുന്ന ഐറ്റംസ് നമുക്ക് കവർ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ HDFCയിലാണെങ്കിൽ ഇൻബിൽട്ട് ആണ്, പ്രൊട്ടക്ട് ബെനിഫിറ്റ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ റൈഡർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന, ഇൻബിൽട്ട് ആണ്, റൈഡർ അല്ല, ഇൻബിൽട്ട് ആണ്. അപ്പോൾ നമ്മളത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന നോൺ മെഡിക്കൽ ഐറ്റംസ് എനിക്ക് തോന്നുന്നു HDFCയിൽ ഫുൾ എക്സ്പെൻസും അവർ കവർ ചെയ്യുന്നുണ്ട്. ഈവൻ ഫുഡിൻ്റെ എക്സ്പെൻസ് പോലൊക്കെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മണിപ്പാൽ സിഗ്നലിലേക്ക് നോക്കുകയാണെങ്കിൽ NME എന്ന് പറഞ്ഞ റൈഡർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നോൺ മെഡിക്കൽ ഐറ്റംസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് റൈഡറാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്താൽ മാത്രമാണ് ഈ പറയുന്ന നോൺ മെഡിക്കൽ ഐറ്റംസ് നമുക്ക് അതിൽ കവർ ചെയ്ത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ പറയുന്ന പോളിസിയിലൊക്കെ മെറ്റേണിറ്റി കവറേജും കവർ ചെയ്യുന്നുണ്ട്. മെറ്റേണിറ്റി കവറേജ് പറ്റി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിൽ ഇപ്പോൾ മെറ്റേണിറ്റി ഇതിൽ ടാറ്റയിലാണെങ്കിൽ റൈഡറായിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്.
മെറ്റേണിറ്റി കെയർ എന്ന് പറഞ്ഞിട്ടാണ് റൈഡർ അവർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമ്മളത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 ഇയർ ആണ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത് മെറ്റേണിറ്റിക്ക്. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് റൈഡർ ഉണ്ട്, അതും 1 ഇയർ ആയിട്ട് ചുരുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇതിൽ 10% മാക്സിമം അവർ പറയുന്നത് മെറ്റേണിറ്റിക്ക് വേണ്ടിയുള്ള കവറേജ്. ഇതിൽ ന്യൂ ബോൺ കൂടി ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്ത എനിക്ക് 1 ലക്ഷമാണ് മെറ്റേണിറ്റി ആയിട്ട് മാക്സിമം കിട്ടുന്നത്. അതിൽ ന്യൂ ബോണും ആ പറയുന്ന എമൗണ്ടിൻ്റെ ഉള്ളിൽ കവർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ പ്രീമിയം ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 35-30 വയസ്സിൽ ഒരു 10 ലക്ഷത്തിൻ്റെ വരാണെങ്കിൽ ഒരു 2 വർഷത്തെ മെറ്റേണിറ്റി വെയിറ്റിംഗ് പീരീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 34,810 രൂപ എടുത്താണ് വരുന്നത്. ഇത് നമ്മൾ 1 ഇയർ ആയിട്ട് ചുരുക്കുകയാണെങ്കിൽ 46,698 രൂപ എടുത്താണ് വരുന്നത്. 1 ഇയർ ആയിട്ട് ചുരുക്കുകയാണെങ്കിൽ ഒരു 10 ലക്ഷത്തിന് 35-30 വയസ്സ് കാറ്റഗറിയിൽ വരുന്നവർക്ക് വരുന്ന പ്രീമിയം. ഇത് HDFCയിലും ഇപ്പോൾ ഈ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റൈഡർ പോലെ ഒപ്റ്റിമസ് സെക്യൂറിൽ പാരൻഹുഡ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു റൈഡർ അവർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ആ റൈഡർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ 2 വർഷമാണ് മെറ്റേണിറ്റിക്ക് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. 24 months ആണ്. ഇതിലൊരു ഓപ്ഷൻ വയ്ക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ 50,000, 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം ഇങ്ങനെ ഒരു വേരിയൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം അതിൽ നിന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ 50,000 ചൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 14,000 രൂപ എടുത്താണ് മെറ്റേണിറ്റിക്ക് എക്സ്ട്രാ വരുന്നത്. 1 ലക്ഷം എടുക്കുകയാണെങ്കിൽ 38,000 രൂപയുടെ സംതിങ്, 2 ലക്ഷത്തിനൊക്കെ എടുക്കുകയാണെങ്കിൽ 49,000 സംതിങ് അങ്ങ് എടുത്തായിട്ട് വരുന്നത്. അപ്പോൾ അത് ഏത് പ്രായക്കാർക്ക് എടുത്താലും ഈ പ്രീമിയത്തിൻ്റെ ഒപ്പം, ആ ബേസ് പ്രീമിയത്തിൻ്റെ ഒപ്പം ഇത് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 35-30 വയസ്സിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ മെറ്റേണിറ്റി കവറേജ് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 53,000 രൂപ എടുത്ത് വരുന്നുണ്ട് പ്രീമിയം. 53,747 എടുത്ത് വരുന്നുണ്ട് പ്രീമിയം. അതുപോലെ തന്നെ മണിപ്പാൽ സിഗ്നയിൽ മെറ്റേണിറ്റി കവറേജ് കൊടുക്കുന്നുണ്ട്. മെറ്റേണിറ്റിക്കും അതുപോലെ ന്യൂ ബോൺ ബേബി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് റൈഡർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ റൈഡർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് യൂസ് ചെയ്തെടുക്കാം. ഇതിൽ 20% നമുക്ക് സബ്വെൻഷൻ ബേസ് പോളിസിയുടെ 20%. ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്ത് എനിക്ക് 2 ലക്ഷം രൂപയാണ് മാക്സിമം മെറ്റേണിറ്റിക്ക് ആയിട്ട് കിട്ടുന്നത്. ഇതിൽ ന്യൂ ബോൺ എക്സ്പെൻസും അതുപോലെ ഡെലിവറി എക്സ്പെൻസും ഇത് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം 36 മാസമാണ്. നമുക്കിത് 1 ഇയർ 2 ഇയർ ആയിട്ട് ചുരുക്കാൻ പറ്റില്ല. 36 മാസമാണ് വെയിറ്റിംഗ് പീരീഡ് അവർ പറയുന്നത്. ഇതിൽ പ്രീമിയം നോക്കുകയാണെങ്കിൽ മെറ്റേണിറ്റിക്ക് ഇപ്പോൾ ഒരു 3 വർഷം, ഇപ്പോൾ ഫസ്റ്റ് ഇയർ പ്രീമിയം നോക്കുകയാണെങ്കിൽ 33,062 രൂപ എടുത്താണ് വരുന്നത്. 2 ലക്ഷം രൂപ കവറേജ് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ 3 എണ്ണത്തിലും ഈ പറഞ്ഞ പോലെ മെറ്റേണിറ്റി കവറേജ് വരുന്നുണ്ട്. മാർക്കറ്റിൽ ഇതിനേക്കാളും നല്ല പ്ലാനുകൾ വേറെയുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിവോപ്പയുടെ ആസ്പയറിലൊക്കെ ആണെങ്കിൽ ന്യൂബോൺ ബേബി കവറേജ് ഫുൾ അപ് ടു സബ്വെൻഷോർഡ് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ന്യൂബോൺ ബേബി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആണെങ്കിൽ നിവോപ്പയുടെ ആസ്പയർ ഒക്കെ നല്ലൊരു ചോയ്സാണ്. അതുപോലെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് ആണ്. ശരിക്കും പലപ്പോഴും ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ തന്നെയാണ്. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ട് തന്നെ പോളിസി എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കണം. ഇതിൽ സാധാരണ ഇതിൽ 3 ഇൻഷുറൻസിൽ നമുക്കൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞാലാണ് പോളിസി ആക്റ്റീവ് ആവുള്ളൂ. പക്ഷേ ആക്സിഡൻറ്റ് കേസുകൾക്ക് ഇത് ബാധകമല്ല. പിന്നെ 24 മാസം ഒരു സ്പെസിഫൈഡ് ഇൽനെസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെസിഫൈ ചെയ്ത് പറയുന്ന കുറച്ച് ഇൽനെസ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ സ്ലോ ഗ്രോയിങ് ആയിട്ട് വരുന്നപ്പോൾ കിഡ്നി സ്റ്റോൺ, വെരിക്കോസ് വെയിൻ, തിമിരത്തിൻ്റെ, ഇതൊക്കെ നമുക്കൊരു 24 മാസം കഴിഞ്ഞാലാണ് കവറേജ് കിട്ടി തുടങ്ങുള്ളൂ. അപ്പോൾ ഈ പറയുന്ന കാറ്റഗറി ലിസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇൽനെസ്സിനൊക്കെ നമുക്ക് 24 മാസം കഴിഞ്ഞാൽ തന്നെ കിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ 36 മാസത്തെ വെയിറ്റിംഗ് പീരീഡ്. ഇപ്പോൾ 3 എണ്ണത്തിൽ നോക്കി കഴിഞ്ഞാൽ 36 മാസമാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന്. ഇപ്പോൾ എനിക്ക് നിലവിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾക്ക് 36 മാസം കഴിഞ്ഞാലേ കിട്ടുള്ളൂ. പോളിസി ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നാളെ തന്നെ കവർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടന്നൊന്നും വരില്ല. പിന്നെ ഇതിൽ ഒരു അഡ്വാൻസ്ഡ് കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു റൈഡർ കൊണ്ടുവന്നിട്ടുണ്ട് ടാറ്റയിൽ. ഇതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ABCD, ആസ്മ, BP, കൊളസ്ട്രോൾ, ഡയബറ്റിക് ഇതുപോലെയൊക്കെയുള്ള അസുഖങ്ങൾ 30 days കഴിഞ്ഞാൽ ഇതിലിപ്പോൾ കവർ ചെയ്യുന്നുണ്ട്. അഡ്വാൻസ്ഡ് കെയർ എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ പോളിസി നിർബന്ധമായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ HDFCയിലാണെങ്കിലും ഇപ്പോൾ ഈ ഒരു ക്രോണിക് കെയർ എന്ന് പറഞ്ഞിട്ട് റൈഡർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ABCD അസുഖങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ആസ്മ, BP, കൊളസ്ട്രോൾ, ഡയബറ്റിക് ഒക്കെ ഈ റൈഡർ ആഡ് ചെയ്യണം. അങ്ങനത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ആണെങ്കിൽ ക്രോണിക് കെയർ നിർബന്ധമായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മണിപ്പാൽ സിഗ്നലിലാണെങ്കിലും സാരഥി എന്ന് പറഞ്ഞിട്ടൊരു റൈഡർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ABCD പോലുള്ള അസുഖങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് ഒബീസിറ്റിയും കൂടി ഇതിൽ കവർ ചെയ്യുന്നുണ്ട് 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന റൈഡറുകൾ ആഡ് ചെയ്തിട്ട് പോളിസി എടുക്കാനായിട്ട് ശ്രമിച്ചോളൂ. അതുപോലെ തന്നെ നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് പ്രീമിയം. ഇതിൽ മെഡിക്കെയർ സെലക്റ്റിൻ്റെ പ്രീമിയം നോക്കുകയാണെങ്കിൽ ഒരു 35-30 വയസ്സിൽ ഒരു 10 ലക്ഷത്തിന് വരുന്ന കവറേജ് പ്രീമിയം എന്ന് പറയുന്നത് 11,034 രൂപയ്ക്ക് അടുത്താണ് വരുന്നത്. നമ്മൾ റൈഡറുകൾ ഒന്നും ആഡ് ചെയ്യാണ്ട് വരുന്ന പ്രീമിയം.
അതൊരു 65-60 വയസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 47,403 രൂപ അടുത്താണ് വരുന്നത്. റൈഡർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം റൈഡറൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് മാറുള്ളൂ. എനിക്കൊന്ന് ഇതിൽ ഒത്തിരി റൈഡേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കൊന്ന് 18ഓളം ഓപ്ഷണലായിട്ട് റൈഡറുകളുണ്ട്. അപ്പോൾ അതേ ആവശ്യാനുസരണം ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റും OPD, ഡെൻ്റലോ, ഐ വിഷൻ, ഐ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ കാണാൻ പറ്റും. പക്ഷേ മെഡിക്കെയർ പ്രീമിയറിലുള്ളത് പോലെ തന്നെ നമുക്കിത് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് കിട്ടില്ല. നെറ്റ്വർക്കിൽ മാത്രം പോയാൽ മാത്രമാണ് ഈ പറയുന്ന OPD ബെനിഫിറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ കേട്ടറിഞ്ഞെടുത്തോളം നമ്മുടെ കേരളത്തിൽ നെറ്റ്വർക്ക് ആയി വരുന്നുള്ളൂ. നോർത്തിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ പറയുന്ന പോലെ മെഡിക്കെയറിലുള്ള പോലെ റീഇംബേഴ്സ്മെൻറ്റ് OPDക്ക് അല്ലെങ്കിൽ ഡെൻ്റലൊക്കെ 10,000 രൂപ ഒക്കെ എന്ന് പറയുന്ന പോലെ ഇവിടെ കിട്ടില്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചോളൂ. പിന്നെ അതുപോലെ തന്നെ HDC ഒപ്റ്റിമസ് സെക്യൂറിലേക്ക് പോവുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി റേറ്റ് കൂടുതലാണ് HDCയുടെ പ്രൊഡക്റ്റുകൾക്ക്. 35-30 വയസ്സിൽ വരുന്ന പ്രീമിയം ഒരു 10 ലക്ഷത്തിന് 22,359 രൂപ അടുത്താണ് വരുന്ന പ്രീമിയം. അതൊരു 65-60 വയസ്സിലേക്ക് പോവുകയാണെങ്കിൽ പ്രീമിയം ഒരു 80,000 രൂപ അടുത്ത് വരുന്നുണ്ട്. കുറച്ചുകൂടി പ്രീമിയം കൂടുതലാണ്. പക്ഷേ ഇതിലൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ 10 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപയുടെ എഫക്റ്റ് ഉണ്ട്. കാരണം സെക്യൂർ ബെനിഫിറ്റ് ഇതിൽ ഇൻബിൽറ്റ് ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ മണിപ്പാൽസിയുടെ സർവ് ഉത്തമിൽ സീരീസിലേക്ക് വരികയാണെങ്കിൽ വളരെ പ്രീമിയം കുറവാണ്. ഈ പറഞ്ഞ പോലെ 9,075 രൂപയാണ് വരുന്ന റൈഡറുകളൊന്ന് ആഡ് ചെയ്യാണ്ട് എടുക്കുകയാണെങ്കിൽ. അത് 65-60 വയസ്സിലേക്ക് പോവുകയാണെങ്കിൽ പ്രീമിയം ഒരു 32,610 രൂപ അടുത്താണ് വരുന്നത്. നമ്മൾ റൈഡറുകൾ ഒന്ന് ആഡ് ചെയ്യാണ്ട് എടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഇതിലും നോക്കുകയാണെങ്കിൽ റൈഡറുകൾ ഒത്തിരി ഉണ്ട്. 12 റൈഡറുകളും പറയുന്നുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു പ്രീമിയം കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് മണിപ്പാൽ സിഗ്നയുടെ സർവോത്തം സീരീസിൽ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയൊക്കെ പ്രീമിയം ഇയർലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവസാനമായിട്ട് ഇതിൻ്റെ ഡിസ്കൗണ്ടുകൾ പറ്റിയിട്ടാണ്. ടാറ്റയുടെ മെഡിക്കെയർ സെലക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 7% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ PF EC ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ HDC ഒപ്റ്റിമസ് സെക്യൂറിൽ നോക്കുകയാണെങ്കിൽ 40% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് NRI സ്റ്റാറ്റസ് ഉള്ളവർക്ക്. അപ്പോൾ പാസ്പോർട്ടും വിസയും ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് NRI ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. 40% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ മാത്രമല്ല, വേണമെങ്കിൽ ഒരു ഡിഡക്റ്റബിളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം ഭയങ്കരമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഡിഡക്റ്റബിൾ എന്ന് വെച്ചാൽ ഒരു 25,000 അല്ലെങ്കിൽ 50,000 വരെയുള്ള എക്സ്പെൻസ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തോളാം ആ രീതിയിൽ വെക്കുന്നതിനാണ് ഡിഡക്റ്റബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മണിപ്പാൽ സിംഗിന് അതിന് പ്രത്യേകിച്ച് ഒരു ഡിസ്കൗണ്ട് പറയുന്നില്ല. പിന്നെ സാധാരണ നോർമലി ഉള്ള പോലെ തന്നെ 3 വർഷത്തൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു 10% എല്ലാ ഇൻഷുറൻസിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 വർഷത്തെ പ്രീമിയം ഒക്കെ ഒരുമിച്ച് അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഒത്തിരി ഇൻഫർമേഷൻസ് ഇതിൽ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ മനസ്സിലൊക്കെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വിളിച്ചു നോക്കാവുന്നതാണ്. ആ പോളിസി എടുക്കാനായിട്ടാണെങ്കിലും കൂടി. അപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.